വമ്പൻ പ്രഖ്യാപനങ്ങളില്ല. വലിയ പ്രതീക്ഷകളില്ലെങ്കിലും ചില പ്രതീക്ഷയുടെ കണികകളുണ്ട്. എല്ലാ കണ്ണും സമുദ്രത്തിലേക്കാണ്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, കടലിൽ കണ്ണുനട്ട് ഇരിക്കുകയാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ. സാധാരണ ബഡ്ജറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ തീരത്തെയും കടലിനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഹുമുഖ പദ്ധതികൾക്കാണ് ഇത്തവണ ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മിഷൻ സമുദ്ര അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക കർമ്മ പദ്ധതി, അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക സഹായം സംസ്ഥാനത്തിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. വമ്പൻ വരുമാനം നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കുള്ളത്. തീരത്ത് ഖനനം മുതൽ ചരക്കുമാറ്റത്തിന് കടൽ ഉപയോഗിക്കുന്നത് മുതൽ പുതിയ റെയിൽ പാതകൾ, ഒപ്പം റിംഗ് റോഡുകൾ, അങ്ങനെ തുടങ്ങി പല വികസന പ്രവർത്തനങ്ങളും കടലുമായും കരയുമായും ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വികസന പ്രവർത്തനത്തിലൂടെ. കാരണം ഇത്തരത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ തൊഴിൽ സാധ്യതകൾക്കപ്പുറം വലിയ തരത്തിലുള്ള സാമ്പത്തികവും ലഭിക്കുമെന്നാണ് ധനവിദഗ്ധർ മുഖ്യമന്ത്രിയോട് വിവരങ്ങൾ പങ്കുവച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും കടലിൽ കണ്ണുവെച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇത്തവണ ബഡ്ജറ്റിൽ കൂടുതലായി ഉള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. അതിനുമപ്പുറം ടൂറിസം പദ്ധതി കടൽ തീരത്തേക്ക് കൂടുതലായി വികസിപ്പിക്കും. വലിയ കപ്പലുകളിൽ വിനോദസഞ്ചാരികൾക്ക് കേരള തീരത്തുകൂടി സഞ്ചരിക്കാൻ കഴിയും. അതിനെല്ലാം ഉപരിയായി ഖനനം, കൃത്യമായി പറയുകയാണെങ്കിൽ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന സംവിധാനം പ്രാവർത്തികമാക്കാൻ ഒരു നീക്കം അതുതന്നെയാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിലും കാണാൻ കഴിയുന്നത്. വലിയ പ്രതീക്ഷകൾ നൽകുന്നില്ല എന്ന് പറയുമ്പോഴും കടലും കടൽ തീരവുമായി ബന്ധപ്പെട്ട വികസനങ്ങളിൽ പങ്കാളികളാകുന്നവർക്ക് ചില പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ചും തീരദേശവാസികളായ ആളുകൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകളേറുന്നു. പുതിയ വ്യവസായശാലകൾ തുറക്കപ്പെടും എന്ന പ്രതീക്ഷയുണ്ട്. ഖനന മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സാധ്യതകൾ കൂടും എന്നുള്ള പ്രതീക്ഷകളുമുണ്ട്. അങ്ങനെ നാനാവിധമായ പ്രതീക്ഷകൾ ബഡ്ജറ്റിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒരു തുടക്കം എന്നാണ് പറയുന്നതെങ്കിലും കൊല്ലവും ബേപ്പൂരുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടായി വികസനത്തെ കണ്ടെത്താനാണ് ബഡ്ജറ്റിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സമ്പത്ത് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ വലിയ തരത്തിലുള്ള പിന്തുണ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ബഡ്ജറ്റിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വകാര്യ പങ്കാളിത്തമാണ് മറ്റൊരു കാര്യമായി എടുത്തു പറയുന്നത്. ധന ആഗമനത്തിന് സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ സഹായം കൂടി തേടും. അതായത് തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണ് എന്നുകൂടി ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും തീരമേഖലയെ വലിയ ഒരു പ്രതീക്ഷയുടെ മേഖലയാക്കി മാറ്റാനാണ് ബഡ്ജറ്റ് ശ്രമിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വിദ്യാഭ്യാസ മേഖലയിലും പുതിയ മാനങ്ങളാണ് സർക്കാർ തേടാൻ ശ്രമിക്കുന്നത്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി അന്തർദേശീയ നിലവാരത്തിലുള്ള തൊഴിൽ സാധ്യതകളുള്ള വിദ്യാഭ്യാസം അത് പുതിയ തലമുറയ്ക്ക് തുറന്നു നൽകണം എന്നാണ് ഈ ബഡ്ജറ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ പുറത്ത് പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിലിനു വേണ്ടി അലയുന്നൊരു സാഹചര്യം ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു കാഴ്ച കൂടി ഈ ബഡ്ജറ്റിലുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ അഭിപ്രായം. എന്തായാലും വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെപ്പോലും കേരളത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിൽ മേഖലകൾക്ക് വിശാലമായ ഒരു സ്ഥലമുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ബഹിരാകാശ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മുടെ പുതിയ തലമുറയെ എത്തിക്കാൻ ഒരു നീക്കം ബഡ്ജറ്റിൻ്റെ ഭാഗമായുണ്ട്.
ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട പഠനത്തിനും അതുമായി ബന്ധപ്പെട്ട റോക്കറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിനും ഇനി ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്വകാര്യ സംരംഭകർക്കുമൊക്കെ എത്തിച്ചേരാനുള്ളൊരവസരം കൂടി ഈ ബഡ്ജറ്റിൽ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കിഫ്ബിയുടെ കാര്യത്തിലാണ് വലിയ പ്രതിഷേധം ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. ബാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് കിഫ്ബി ചെയ്തതെന്ന് പറയുന്നു. കിഫ്ബിയിൽ ഒരു ഉടച്ചുവാർക്കൽ ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നത്. കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ പേരിൽ പല രീതിയിലാണ് സംസ്ഥാന സർക്കാരിന് നേരെ പിടിമുറുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കിഫ്ബി മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രവർത്തനം, ഇക്കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ ഒരു പക്ഷേ പുതിയ തലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. എന്തായാലും പൂർണ്ണമായും കിഫ്ബി ഉപേക്ഷിക്കുമെന്ന് പറയുന്നില്ല. കിഫ്ബി ഉണ്ടാകുമെന്ന് തന്നെ UDF സർക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം BJPയുടെയും ഒക്കെ ആരോപണം. പ്രതിപക്ഷം പറയുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അന്നത്തെ ഇടത് സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇതിനേക്കാൾ മെച്ചമായിരുന്നു എന്നാണ്. മാത്രവുമല്ല ചില കാര്യങ്ങൾ ആ ബഡ്ജറ്റിൽ നിന്ന് കോപ്പിയടിച്ചു എന്നും പറയുന്നു. ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമൊന്നും കാര്യമായ ഒരു ഊന്നലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി. ഒപ്പം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി പുതിയ തരത്തിലുള്ള ഒരു പദ്ധതിയും ഇല്ല, അതും ഒരു പരാതിയായി ഉയരുന്നു. മാത്രവുമല്ല നേരത്തെ പറഞ്ഞതനുസരിച്ച് പല പെൻഷനുകളും വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു, ഒന്നുമുണ്ടായില്ല. ജീവനക്കാർക്ക് നിരാശയുണ്ട്. ഇടതു സർക്കാർ പറഞ്ഞതിനപ്പുറത്തേക്ക് പുതുതായി ഒന്നും പറയാൻ ഈ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞിട്ടില്ല എന്നും പ്രതിപക്ഷത്തിൻ്റെ ആരോപണമുണ്ട്. അതേസമയം BJP ആകട്ടെ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് അവരുടെ പ്രതിഷേധം അല്പം കൂടി മുന്നോട്ട് കൊണ്ടുപോയി. കേരളത്തിലെ പല ജില്ലകളിലും വികസനം എത്തിക്കുന്ന ബഡ്ജറ്റല്ല ഇതെന്നാണ് BJPയുടെ ആരോപണം. കോഴിക്കോട്ട് അവർ ബഡ്ജറ്റിൻ്റെ കോപ്പി കത്തിച്ചായിരുന്നു പ്രതിഷേധിച്ചത്. പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് സ്വകാര്യ സംരംഭകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസനം വേഗത്തിലാക്കാൻ ഒരു ശ്രമം നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. വളരെ താമസമില്ലാതെ തന്നെ അല്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കും. അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല എന്നും സർക്കാരുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ദിരാ ഗ്യാരണ്ടിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെ മെച്ചപ്പെടുത്തും എന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ഒപ്പം അതുവഴി ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് ചില മാർഗങ്ങളും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. വികസനം ചൂണ്ടിക്കാണിച്ച് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഇല്ല എങ്കിൽ തന്നെയും UDFിലെ ഘടകകക്ഷികളൊക്കെ തന്നെ തൽക്കാലം തൃപ്തരാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ ഒരു വിയോജിപ്പും ഇതുവരെയായും ഉയർന്നിട്ടുമില്ല. അതിൻ്റെ അർത്ഥം UDFിൽ അല്ലെങ്കിൽ UDFുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികൾക്ക് ബഡ്ജറ്റിനോട് ഒരു വിയോജിപ്പുമില്ല, പൂർണ്ണമായ പിന്തുണ അവർ അറിയിക്കും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പലതരത്തിൽ പല മേഖലകളിൽ ചർച്ചയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.